ഞാനൊരു പ്രൊഫഷണൽ ഒരു ഗുണ്ടാ സംഘമൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ് ഇന്ന് സൂപ്പറായിട്ട് വന്നതാണ്. വരാലച്ചു നമ്മള് രണ്ടുപേരുള്ളൂട്ടാ. തൊട്ടാ തീർത്തോണം. മാസം മാസം വരൂട്ടാ. ുട്ടാപ്പന്റെ സെറ്റപ്പ്. അയ്യോ എന്റെ കാലിടിച്ചേ. അങ്ങനെ പ്രാക്കാണ്. അയ്യോ അളിയാ കാലൊടിഞ്ഞളിയാ. കാലൊടിഞ്ഞ് രണ്ടായിട്ട് ഒടിഞ്ഞ്. അയ്യോ ഈശ്വരാ. ഇന്നോട് ജിമ്മി പോകാൻ തുടങ്ങിയുള്ളൂ. ലെഗ് അടിച്ച് ഓടിയല്ലേ. അയ്യോ ഇവൻ ഇങ്ങനെ വരുന്നടാ. ഇതുപോലെ ഇവൻ ഇങ്ങനെ വരുന്നവൻ. ഇവൻ അഡ്മിന് പവർ വല്ലോ ഉണ്ട് അവന്. നീ എവിടുന്നടാ വന്നേ? വിഷയം എന്ത് പോയി ഇത്? വണ്ടി വരുന്നത്. രക്ഷപ്പെടണം നമ്മൾ വാണ്ടറായി. അയ്യോ തൊള്ളേതി വരുന്നവര്. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എടാ തെണ്ടി 2-3 പേരുണ്ടല്ലോടാ. 2-3 പോലീസ് ഉണ്ടല്ലോ. എന്താ വള്ളി? എന്താ കാര്യം പറ. അല്ല വിഷയം പറ. ഇവിടെ എന്തിന്? എടാ വിഷയം പറയടാ. ചെറിയൊരു മോഷണം. ആരാ മോഷ്ടിച്ച്? പോലീസ് വണ്ടിയാ? ഈ ബൈക്ക് ചെറുതായിട്ടൊന്ന് മോഷ്ടിച്ചേ. എന്തിനടാ? നിനക്ക് ഒരു വണ്ടിക്ക് വരെ 7 വണ്ടി ഞാൻ തരത്തില്ലടാ. പക്ഷേ ഈ ബൈക്ക് കൊള്ളണിയാ. പോലീസേ ഞാന് പ്രൊഫഷണൽ ഒരു ഗുണ്ടാ സംഘമൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ് ഇന്ന് സൂപ്പറായിട്ട് വന്നതാണ്. പിന്നെ നമ്മളെ ഇപ്പൊ തുടക്കം തന്നെ കണ്ടില്ലേ? ഇവിടെ ഒതുക്കി റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സൈഡ് റൈറ്റോടെ ഒതുക്കി. അതിന് പൊന്തകല്ല് ഒതുക്ക്. അളി കുടിക്കുന്ന ഞാൻ ഇറങ്ങി ഇവിടെ തന്നെ സമാധാനം. ചാവുളിയാ എത്തി വണ്ടിയുടെ അല്ലേ? ഞാൻ അതൊക്കെ പോട്ടെ എന്തിനാ വെറുതെ? ബ്ലാക്ക് മണി ഉണ്ടല്ലോ. ബ്ലാക്ക് മണി ഈ വണ്ടിയിലാ? ഇല്ല എന്റെ കയ്യില്. അതൊന്ന് ലോക്കറി കൊണ്ടുവെക്കട്ടെ. 1-2 അല്ല 900 കോടി ബ്ലാക്ക് മണിയാ. ഞാനേ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ ബ്ലാക്ക് മണി? ഏത്? ഈ വണ്ടിയിൽ ബ്ലാക്ക് മണി ബ്ലാക്ക് മണി എന്റെ ബ്ലാക്ക് മണിയാണേ. ബ്ലാക്ക് ആണോ? ഈ വണ്ടി കൊള്ളാല്ലേ? വഴി എവിടെ എത്തി നമ്മള്? മരത്തിന്റെ മണ്ടക്ക് ഇരിക്കുക എത്ര നേരം? അല്ലെ മീശയൊക്കെ നമ്മളെ രൂപന്മാരായിട്ട് നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കും. ഞാനിവിടെ കൊറേ മോഷ്ടിച്ച് കൊറേ കാശൊക്കെ ഉണ്ടാക്കി. പിന്നെ ഷെയറാണേ വണ്ടിയുടെ സൗണ്ട്. പിന്നെ ട്രാക്കിംഗ് കൊണ്ട് നീ ആരെന്താ പിടിച്ചു പറിച്ച? കേസ് കൊടുത്താ അടുത്തേലും? സ്റ്റേഷനിലെ ഫ്രണ്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട പിടിച്ചു പറിച്ച വണ്ടി. എന്തിനടിയാ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നേ? മോശമല്ലേ വണ്ടി ഇല്ലല്ലോ അളിയാ. അയ്യോ നീക്കം മരിച്ച് വാ വണ്ടി അടക്കം. നമുക്ക് റൈഡേഴ്സിന് ഇതൊക്കെ നിസ്സാരം. അളി വണ്ടി ബൈക്കിന് പനിയുണ്ട്. പനിയാ? പനിയൊക്കെ കുറവുണ്ട്. കുറഞ്ഞാ? ശരി. അപ്പൊ തന്നെ കഴ തുടങ്ങി. നാളെ തൊട്ട് നമ്മള് വരുന്നുണ്ട്. രാവിലെ തൊട്ട് ഓൺലി തങ്ങ വെക്കും. പീടിയുടെ വള്ളിക്ക് പോലെ. പീടിയൊക്കെ ഇപ്പൊ മുട്ടം കലിപ്പാണ്. 1-2 ഇടിയ. പീടിയായിട്ടൊന്നും വിളിക്കുമല്ലോ. ആരാണത്? ഞാൻ വണ്ടി തരുമോന്ന് മര്യാദക്ക് ചോദിച്ചു. ആൾക്കൂട്ടാ. അപ്പൊ അവൻ പറയുവാണ് അവനെ എവിടെ അർജന്റായിട്ട് പോണോ. എന്താ
പെരപ്പുറത്തൊക്കെ അച്ഛനെ എന്തെങ്കിലും ഹെൽപ്പ് ആണോ? വീടെന്നോടാ അല്ല എന്തെങ്കിലും JCB വിളിക്കണോ? നോക്കി ആ വണ്ടി പെരപ്പുറത്ത് അവരെ വീടെന്തോണത്. ഇതെന്താ ഇത്? ഏത് ഗ്യാങ്ങാണ് ഇത്? ഇത് ടോക്കിയോ റെസ്പെക്ട് ചെയ്താ ഏതൊക്കെ ഗ്യാങ് എനിക്കുള്ളത്? ഞാൻ ഇത് എവിടെയാ പോണത്? ഇതെന്താ ഇവിടെ മൊത്തം? ഇത് എവിടെയായിരുന്നു അപ്പാർട്ട്മെന്റ്? ഇതെന്താ അതാരാ ഓടിപ്പോയി? അപ്പാർട്ട്മെന്റ് എവിടെയായിരുന്നു? പിടിച്ച് നമ്മളിത് എവിടെ പിടിവെക്കുന്നു. ആരിത്? ഹലോ 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 എന്താ അച്ഛനെ? ഹലോ വീടാണോ ഇത്? വീടാണോ ഇത്? വീടാണോ? ഹലോ ഇതാരുടെ വീടാണ്? DRK DRF SO കേക്കണല്ല ബ്രോ. ആ കഴുകനെ കൊടുക്കണം. ആ കഴുകനെ അവിടെ കഴുകാൻ നിൽക്കുന്നത്. അതോ അവിടെ ഒരു കഴുകൻ നിൽക്കുന്നു. കൊടുക്കുന്ന കൊടുക്കണ്ടേ പറഞ്ഞേ നല്ല വല്ല രാത്രി അടിച്ചൊന്നും കൊണ്ടുപോവാ കെട്ടി ചാക്കി കയറ്റി. നമുക്ക് രാത്രി അതിലെ ഞാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കണോളെ. ഒരു നോട്ട്ബുക്കും പെൻസിലും വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് രാത്രി അടിക്കേണ്ട സാധനമുള്ള ഞാൻ നോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നോട്ട് ചെയ്ത് നോക്കാം അടിക്കേണ്ടതൊക്കെ, അല്ലെങ്കിൽ മറന്നു പോകും. ഇവിടെയാണോ ലോക്കർ? അളിയാ ഇവിടെ എനിക്ക് ലോക്കറുണ്ട്. വെയിറ്റ്, ഇവിടെ എനിക്ക് ലോക്കറുണ്ട്. ഇവിടെ എന്റെ ലോക്കറിൽ കുറച്ച് സ്വർണ്ണ ബാർ ഇപ്പുണ്ട്. അരിയുണ്ടാണോ ഇതിന്റെ അകത്ത്? പിന്നെ അളിയ ചുമ 43 ബാറുണ്ട് എന്റെ കയ്യില്. ഇതെടുത്തിട്ടെ കുറച്ച് പൈസ തന്നെ. 13 ബാർ. ഇത് വീട് OG വീട് 53 ഗോൾഡ് ബാർ. എവിടെയാണ് മച്ചാനെ? നമ്മളിവിടെ എന്ത് കാര്യം പറ. മച്ചാനാണ് ബൈക്കിൽ പോയേ? അതെ, നമ്മളാ പീടി വണ്ടി ഇടിച്ചിട്ട് കളഞ്ഞായിരുന്നേ. പിടിവണ്ടി ഇടിച്ച് കളഞ്ഞായിരുന്നേ. അതെ, നീ പിടിവണ്ടിയായിരുന്നാ? അല്ല, ആ പീടി വണ്ടി നമ്മളൊന്ന് ഇടിച്ച് തോട്ടി കളഞ്ഞായിരുന്നേ. നിങ്ങളായിരുന്നല്ലേ അത്? ആ നമ്മളായിരുന്നു. നമ്മളോട് രക്ഷപ്പെട്ടില്ല. അപ്പൊ തന്നെ നമ്മളെ പിടിക്കുന്ന ആരെ കൊണ്ടും പറ്റത്തില്ല. NTR പീടിയ തന്നെ നടക്കില്ല. ഞാനൊരു ഗുണ്ടാ സെറ്റപ്പില് കുറച്ച് കൊട്ടേഷൻ പിടിക്കാൻ പോവാ. എന്തെങ്കിലും വള്ളി ഉണ്ടെങ്കിൽ പിടിക്കാം. പെട്ടെന്ന് പിള്ളേരെ കൂട്ടി വാരിപ്പറക്കിട്ടോട് പറഞ്ഞല്ലേ വണ്ടിക്കകത്തും കയറ്റി. വരുമ്പോ ടൂൾസ് എടുക്കാൻ മറക്കല്ലേ. ഫുൾ ടൂൾസ് എക്യുപ്മെന്റ് വരാൻ. എടാ പിന്നെ ഈ ലോക്കർ എവിടെയാണ്? ലോക്കർ മറ്റേ ലീജിയൻ സ്ക്വയറിന്റെ ഫ്രണ്ടില് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. പേഴ്സണൽ ലോക്കർ ആക്കി അവിടെ. പേഴ്സണൽ ലോക്കർ ആക്കിയോ? ശരി. ഗോൾഡ് ബാർ വെക്കുന്ന അവിടെ. 8051. 8051. ഓക്കെ. 8055 നിക്കണേ. 54 കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. 51 എവിടെയാണ്? F2 നെക്കിട്ട് എന്താണ് ഓപ്പണാവാത്തെ? ടാഗ് ഓപ്പൺ ചെയ്യണ സിമ്പിൾ ഇത് എന്തിനാ? ഏതാ ബാഗ് ഓപ്പൺ ചെയ്യുന്ന? ഏതാ ബാഗ് ഓപ്പൺ ചെയ്യുന്നത്? F2. അതെന്ത് ആരാ ടാബ് ആക്കി? അച്ഛാന്ന് മാമൻ ചന്ദ്ര എന്ത് ഇത്? ഇനി അച്ഛനടാ പർച്ചേസ് ലോക്കർ സ്റ്റാറ്റസ് ഫസ്റ്റ് മന്ത് 10,000 ആണോ? ടോട്ടൽ 10 ലക്ഷം. അത് 1 കോടിയാണ് ബ്രോ. ഇത് 1 കോടിയാണോ? അതെ. ഇത് 1 കോടി ഇവന് കൊടുക്കണോ ഞാൻ? 1 കോടി അതിൽ കൊടുത്തിട്ട് ഇത് പർച്ചേസ് ചെയ്തിട്ട് മാസം പൈസ കൊടുക്കും. അപ്പാപ്പന്റെ പൈസ മുക്കാനുള്ള അടുത്ത ഐഡിയ. ചന്ദ്ര ഈ ലോക്കറിന്റെ ഡീല് പിടിച്ചാലോ നമുക്ക്? അപ്പാപ്പന്റെ അടുത്ത് വെച്ച് അളിയന്റെ ലോക്കറിൽ എന്റെ കുറച്ച് സ്വർണം വെക്കുവോ? സ്വർണ്ണം ഇരിക്കട്ടെ. വല്ലതിനെ പറ്റിയ ഇരിക്കട്ടെ. അത് കയ്യിൽ വെച്ചാ 1 കോടി കൊടുക്കണോ നമ്മുടെ ലോക്കർ വാങ്ങിക്കണമെങ്കിൽ? കാശ് കൊടുക്കാൻ പിന്നെ ചുമ്മാരാൻ വേണ്ടിട്ട് കിഡ്നാപ്പ് ചെയ്തല്ലോ നമുക്ക്. നമ്മുടെ ഡാഡിയല്ലോ അത്. 1 കോടി കൊടുത്താ പോരാ? മാസം 10 ലക്ഷം വല്ലാം പറഞ്ഞോണ്ടല്ലോ നിന്റെ നാക്കിനെ പിടിച്ചെടുക്ക കൂടി. അത്രേ ഉള്ളൂ. മനസ്സിലായ നിനക്ക്? ഇപ്പൊ ഇത്ര അഭിനയത്തിന്റെ ആവശ്യം എന്താണ്?
ഇപ്പൊ ഇത്ര ആവശ്യം ഒരു മിനിറ്റ്. എന്താ ഇതിനെ കുത്തിയവന് കുത്തിയതിനവനെ പാണ്ട അവന് പൈസ വേണോന്ന് 1 കോടി വേണോന്ന് അവന്. നീ കുത്തിയത് അവനെ മറ്റവനാ കൊണ്ടത്. ആർക്ക് ബ്രോ നിനക്ക് ബ്രോക്കാണ് കുത്തുണ്ടേ? അയ്യോ സോറി ക്ഷമിക്കണം. സ്റ്റിച്ചെങ്കിലും ഇടണോ? ഹോസ്പിറ്റൽ പോണോ? ഇല്ല നമുക്ക് ഡോക്ടറെ കൊണ്ട് പേഴ്സണൽ ഡോക്ടറെ കൊണ്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെ കൊണ്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഒരുത്തന്നെ കുത്തി കിട്ടിയോന്നല്ല ചോദിക്കണ്ടേ. ഡോക്ടറെ അടുത്ത് പോണോ? ബ്ലീഡിങ് ഉണ്ടോ? എന്തോരാഴത്തിൽ മുറിഞ്ഞു? നമ്മ കുത്താത്തത് മുന്നിൽ 3 അക്ഷരം ഉള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ വെട്ടി അരിഞ്ഞ് തുണ്ട മറ്റേ അടിച്ച് കൊന്ന് കെട്ടി ബാഗിലാക്കി കൊണ്ട് വല്ല കായലിലോ കുളത്തിലോ താത്തി തന്നെ. മനസ്സിലായില്ലേ? അത് സീനൊക്കെ ചോദിക്കണ്ടേ, നമ്മുടെ ഒരു മര്യാദ അല്ലേ? ഇവിടെ ഒരു വണ്ടികളൊക്കെ കിടക്കുന്നത്. ചന്ദ്ര, ഞാൻ കുറെ നാട്ട് അളിയെ പറയാം, എനിക്കൊരു തുണിക്കാട് ഇടണം ചന്ദ്ര. ചന്ദ്ര ഇവിടെ ഇവിടെ റോള് കാണിച്ചാലാ? കത്തിയെട് ടൂൾസ് നേരെ കത്തി കാണിക്കുന്നു. കഷർ എന്ന് പറയുന്നത് അല്ലല്ല ഇപ്പൊ അല്ലെങ്കിൽ സാധനം ടൂളിപ്പ് എടുക്കണ്ട. ബ്രോന്റെ ഓണർ ബ്രോ നിങ്ങളാണോ അതിന്റെ ഓണർ? നിങ്ങളാണോ? ഹലോ ഓണറാണോ അതിന്റെ? ഓണറാണോ? ആ ഒരു സജിയേ ബ്രോ ഒന്ന് പുറത്തിറങ്ങണ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നേ. ജസ്റ്റ് 5 മിനിറ്റ് നിങ്ങളത് പുറത്തേക്കാവോ? ഒരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് പുറത്തേക്കാവോ? നീ ബ്രോ മച്ചാൻ വരൂ. മൊത്തം പാട്ട് വിട്ട് അഴുക്ക പിള്ളേര്. ബ്രോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് ആ കൗണ്ടറിൽ നിന്ന് പോയിട്ടൊരു 50 ലക്ഷം എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നമ്മളങ്ങ് പോവായിരുന്നു. നമ്മള് 50 കയറാ മതി 50 മതി. ഇപ്പൊ തൽക്കാലം 50 മതി. കാര്യം നമ്മള് 2 പേരേ ഉള്ളു. ഇഷ്ടാ തൊട്ടാ തീർത്തോളം. മനസ്സിലായില്ലേ? തൊട്ടാ തീർത്തോളം. അല്ലെങ്കിൽ വലിയ സീനാവൂട്ടാ. കേട്ടിട്ടുണ്ടാവും കാശ് സച്ചു തീർക്കൂട്ടാ. കാശട് പോയിട്ട് ചേട്ടന്മാർക്ക് പണികളാ. ഇവിടെ എടുത്താ സാധനം കാശെടുക്ക. പോയിട്ട് എവിടെ നമ്മള് നൈസായിട്ട് ഇപ്പൊ എന്റെ 50,000 രൂപ 5,000 രൂപ ബ്ലാക്ക് ഉണ്ട്. അത് ആകെ എന്റെ അടുത്തുള്ളത്. അല്ലല്ലേ ഇവിടെ വലിയ കഫേക്കെ നടത്തണല്ലേ ഇഷ്ടാ? കാശില്ലാണ്ടിരിക്കോ? ഞാൻ ഇല്ലായിരുന്നേ കുറച്ചധികം കാലം. എവിടെയായിരുന്നു? കുത്തട്ടടാ നിന്നെ. ഇവിടെ വെച്ചങ്ങ് പൂളും. കണ്ണുവേണ്ട സച്ചു കണ്ണുവേണ്ട. പക്ഷെ എന്നെ ഇവിടെ തീർക്കട്ടാ. കാശെടുത്തേ. കാശെടുക്കണ്ടാ. 5 അല്ല 50 ലക്ഷം. 50 ലക്ഷം തരാ ഒരു കളി കിടക്കല്ലോ ഇഷ്ടാ. അപ്പൊ എന്നാ നമ്മൾ കൂടെ സച്ചുവേ ഇവന് നമ്മളങ്ങ് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി കഴിഞ്ഞാ പിന്നെ നീ ജീവനോടെ ഉണ്ടാവൂല. അതുകൊണ്ട് മനസ്സിലായി.
അമ്മരൊക്കെ ഇറക്ക് അമ്മരൊക്കെ ഇറക്ക്. വേണ്ട വേണ്ട വിട്ട പറയണ്ട വിട്ടേക്ക് പിള്ളേരല്ലേ എൻജോയ് ചെയ്യട്ടെ. അവിടെ പോയി റോഡിലേക്ക് അവര് കളിച്ചോളി കേട്ടോ. പൈസ ആയോടാ പൈസ ട്രാൻസ്ഫർ റെഡി അല്ലേ? നമുക്ക് നോട്ടായിട്ട് തന്നെ വേണേ. ജെയ്സൺ ചെക്ക് നേടിയ നമ്മ എടുക്കില്ല. എന്നാ നീ വാ ബാങ്കിൽ പോവാ. ബാങ്കിൽ പോവാ. വണ്ടി അവിടെ നല്ല കൂടിയ വണ്ടി ഒരെണ്ണം എടുക്കണമല്ലോ. അല്ലല്ല വണ്ടി കുത്തി തുറക്കാം. നീ പോട്ടാ. ആരാ വണ്ടി? സെയിം വണ്ടി. ബ്രോന്റെ വണ്ടിയാണാ? ഒരാള് നാളെ കട നിന്ന് കത്തും മനസ്സിലായില്ലേ? ഒരാള് ഒരാള് കേറ് വണ്ടി കേറ് വണ്ടി കേറ്. ഞാൻ പോയിട്ട് വരാം. 2 സുഹൃത്തുക്കളെ കണ്ടു ഇപ്പൊ വരാം. ഞാൻ കില്ലേരി അടിച്ചും കൊണ്ടുപോയി. നമ്മള് രണ്ടുപേരുള്ളോട്ടാ. തൊട്ടാ തീർത്തോണം. വരുന്നു. നമുക്ക് ആ മറ്റാള് പാട്ടിനോട് ഡാൻസ് നമുക്ക് പിടിച്ചില്ല. ഇഷ്ടാ തീർത്താനാ നമ്മള്. കവിട്ടടിച്ചിരുന്ന് നമ്മള് ഡാൻസ് കളിക്കാണ്. നമ്മള് മാസം വരൂട്ടാ. ഇഷ്ടാ ഹലോ എന്ത് പൈസ പറയില്ല. നമ്മള് ജീവിക്കാൻ സമ്മതിക്കൂല. എന്നാ കഷ്ടപ്പെട്ട് കുത്തിനെടുത്ത് കാശാച്ചോണ്ടിരിക്കാൻ ആൾക്കാരത്. ഈ മീശയൊക്കെ ഒട്ടിച്ച് ഇരിക്കുകയാണ്. അണ്ണ ഇവിടെ കാത്തിലേക്ക് വല്ല ഓലയും പിടിച്ച് പോടാ. അടിയായി വാസുവിനെ പൊക്കിന് പിടിച്ച് കൊണ്ടുപോകുന്ന ടീച്ചയെ. എന്തിനാളിയാ നമുക്കൊരു വാസുവിനെ കൊണ്ടുപോകാൻ ഇപ്പൊ കൊണ്ടുപോകാൻ നിൽക്കുവന്ന്. അണ്ണാ എവിടാ? 50 ലക്ഷം ശരിയാണോ? 50 ലക്ഷം കളഞ്ഞിട്ട് കളിക്കാൻ കളിയാണ്. പോട്ടെ അണ്ണ നമുക്ക് വലുത്. അണ്ണ വണ്ടി ചന്ദ്ര ഇതാരളിയ ചന്ദ്ര? ഇത് മറഡോണ ടെണ്ടുൽക്കർ. പിന്നെ ഒന്ന് സേവാങ്ക്. ഒരാൾ പോയിട്ട് എന്താ ഫോണുള്ള വണ്ടിയാ? ഫോണിൽ പിടിച്ചല്ലേ വണ്ടി ഓടിക്കണ? സൈലൻസർ പൊട്ടിരിക്കട്ടോ. ബാഡ് സൗണ്ട്. ഇത് എന്ത് നമ്മുടെ വണ്ടിയിലെ പോണേ? ഇപ്പൊ എവിടെ ഉണ്ട്? ചെറുക്കാൻ പറ്റും. വണ്ടി എടുത്തോണ്ട് അവര് പോയടാ ഇവിടുന്ന് രക്ഷപ്പെട്ടോ അവര്. അണ്ണ
അണ്ണ അണ്ണ എവിടെ ആൾക്കാരുണ്ട് അവന്മാര് എടാ നീല അവന്മാര് ഓടിയതാന്ന് തോന്നില്ല അല്ലെ നിനക്ക് അടിക്കാൻ പറ്റില്ല. നീ ആരും വെടിയിക്കല്ലേ, നീ കണ്ടോണ്ടിരിക്കണേ. നമ്മൾ ചത്താൽ കണ്ടോണ്ടിരിക്കണേ, ചത്താല് കണ്ടോണ്ടിരിക്കണേ. നിനക്ക് അടിക്കാൻ പറ്റൂലേ. ഞാൻ സംസാരിച്ച് കിട്ടുമോ? നീ അടിച്ചാ നമ്മുടെ ഗ്യാങ്ങിനെ ബാധിക്കും കേട്ടോ. അടിക്കല്ലേ, ചത്താൽ അടിക്കല്ലേ. ഗ്യാങ് വണ്ടി പോണു അവർ പുറകെ പോകും. എടാ വാസനോടെ എവിടെ ഉണ്ട്? ഹലോ അണ്ണാ അതെ ഹലോ ആ ഒരു പരിപാടി ഇല്ല നമ്മളിങ്ങനെ നടക്കുന്നു. കൊള്ളത്ത പകല് പിള്ളേര് വെക്കും കേട്ടാ. എന്നാ ഞാനാ ഇങ്ങോട്ട് വസന്ന ഇങ്ങോട്ട് കാര്യം പെട്ട് വസന്ന ഇങ്ങോട്ടൊന്ന്. ഇശ്ശോ തട്ടിയിടല്ലേ. ഇങ്ങോട്ട് ഞങ്ങളിവിടെ ഗുണ്ടാപിരിവ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അണ്ണ എന്തൊരു പണി കാണിച്ചത്. സിറ്റുവേഷൻ ആയില്ലേ നമ്മൾ നോക്കി. അവിടെ ഒരുത്തന്റെ വാക്കകത്ത് ആണി അടിച്ച് 50 ലക്ഷം ഉണ്ടാക്കിക്കുന്ന വഴിക്കാണ് അണ്ണൻ വന്നേ. ഇത് കണ്ടാ 50 ലക്ഷം പോയി. കീലേരി അച്ചു, അത് കീലേരി സച്ചു, അച്ചു സച്ചു. അവിടെ കഫേയിൽ കേറിട്ടെ, കാൾഡ് കാപ്പി ചോക്ലേറ്റ് കാപ്പി എന്നൊക്കെ പറഞ്ഞ് കാശറ പറഞ്ഞ് കുത്തിന് പിടിച്ച് അവിടെ തന്നെ ബാങ്കിൽ ചവിട്ടി കയറ്റി കാശ് വാങ്ങിച്ചോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് അപ്പല്ലേ പറഞ്ഞ വേറെന്ന്. അപ്പൊ വന്നെ ഊരടിച്ച് വന്നില്ല നമ്മള്. പൈസ ഇപ്പൊ ഒന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഊരി കളയുന്നില്ലാണ്. കാണുന്നില്ലല്ലോടാ. സുഖാണോ? അന്ന് പൂളി കിടക്കുന്നുണ്ടേ പിന്നെ ഇപ്പഴാ. ആരെ പൂളി? വാസന ഒരുത്തരം പൂളൂലല്ല നമ്മളുള്ളപ്പോ. പൂളില്ലേ ആരാ